മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗർ ആണെങ്കിൽ മേഘനാഥനെ കളഞ്ഞിട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് മേഘനാഥൻ കൊല്ലുന്നും തല്ലുന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് സാഗറും വിട്ടുകൊടുക്കുന്നില്ല. നീ എന്നെ തല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ നിന്റെ തല്ലേറ്റ് ഞാൻ മരിച്ചു വീഴുകയാണെങ്കിൽ അതിനു മുന്നായി തന്നെ ആണായി നിന്ന് ഞാൻ നിന്നെ തല്ലിയിരിക്കുമെന്നൊക്കെ സാഗർ മേഘനാഥന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നുണ്ട്. എന്തായാലും സാഗറിന് പുതിയൊരു വാതിലാണ് തുറന്നിരിക്കുന്നത്. തോമസ് സാറ് തന്നെ തിരിച്ച് ജോലിയിലേക്ക് എടുത്തിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത മാർക്കോയാണെങ്കിൽ സാഗറിനെ അറിയിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും സാഗറിനെ സംശയിക്കില്ല എന്നും തോമസ് സാറ് പറഞ്ഞല്ലോ. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സാഗറിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. എന്തായാലും കണ്ണനും മാർക്കോയ്ക്കും ലോപ്പസിനും ഒപ്പം മലയ്ക്ക് പോകാനായിട്ട് സാഗറും ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹം മാർക്കോയോട് പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മഞ്ജുവിനാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കണ്ണടൻ സാഗരേട്ടനെ ഒപ്പം കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാഗർ പറയുകയാണ്, ഇനി എന്താ ആർക്കും എന്നോട് ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എല്ലാവരും എൻ്റെ പാസ്റ്റ് കണ്ടിട്ടാണ് എന്നെ സംശയിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ തെളിവ് സഹിതം എല്ലാം തോമസ് സാർ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തനിക്ക് തല ഉയർത്തി നടക്കാമെന്നൊക്കെ സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നു. എന്തുകൊണ്ട് മഞ്ജുവിന്റെയും സാഗറുടെയും ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉണ്ണിയാവട്ടെ കരുണയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് കരുണയോട് മേഘനാഥന്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. അവരത് സംസാരിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, വിജയം എപ്പോഴും ആ കണ്ണനും മഹാലക്ഷ്മിക്കും മാത്രമാണ്. അവർ രണ്ടാളും പിരിയണം, അല്ലെങ്കിൽ മരിക്കണം. ഇനിയിപ്പോ എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു, എനിക്കിനി ഒന്നും നോക്കാൻ, പിന്നെ ഉണ്ണിയേട്ടൻ എന്നെ ഉപേക്ഷിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എന്റെ താലി പൊട്ടിച്ചെറിയുന്ന ആ സമയത്ത് തന്നെ അവളുടെ കഴുത്തിലും താലി പാടില്ല. അങ്ങനെ കരുണയാണെങ്കിൽ വളരെ ക്രൂരമായി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണി പറയുന്നുണ്ട്, ഇനി അടുത്തെങ്ങാനും അവരുടെ ദേഹത്ത് തൊടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിരിക്കുകയാണ്. അയ്യപ്പസ്വാമി അവർക്കൊപ്പം തന്നെയുണ്ട്. ആ മഹാലക്ഷ്മി ഒരു അയ്യപ്പ ഭക്ത കൂടിയാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചു വേണം കളിക്കാൻ. ഇതൊക്കെ കേട്ട് കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടന് ചിലപ്പോൾ പേടിയായിരിക്കും, പക്ഷേ എനിക്ക് പേടിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇരട്ടി ശക്തിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അവളോടുള്ള വെറുപ്പും പകയും, അവൾ എന്തായാലും നശിക്കണം. ഇനി അവളുടെ നാശം കണ്ടിട്ടേ ഞാൻ ഇരിക്കൂ. അയ്യപ്പസ്വാമി ആ ഭക്തയെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചോട്ടെ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഈ സമയം പ്രതാപനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവളൊരു അയ്യപ്പ ഭക്ത തന്നെയാണ്, പിന്നെ ഒരു ദൈവിക ചൈതന്യം അവളിലുണ്ട്. അത് നമുക്കൊരിക്കലും തള്ളിക്കളയാനായിട്ട് കഴിയില്ല. കാരണം പല അപകടങ്ങളിൽ നിന്നും അവൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത്. അതിനർത്ഥം അവൾക്കൊപ്പം എന്തോ വലിയ ശക്തിയുണ്ട്. മനുഷ്യ സ്ത്രീ തന്നെയാണെന്ന് സംശയിക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പൊ അവളുടെ ബലം എന്ന് പറയുന്നത് ആ പൂജാ റൂമിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം തന്നെയാണ്. അത് നിങ്ങൾ കൊണ്ട് കളഞ്ഞിട്ടും തിരികെ വന്നിരിക്കുന്നു. അതിനർത്ഥം എന്താ? അതിനെന്തോ വലിയ ശക്തി ഉണ്ടെന്നാണ്. അത് അവൾക്കൊപ്പമുള്ള സമയം മുതൽ അവൾ ഒരാപത്തിലും ചെന്ന് വീണിട്ടില്ല. അത് അവിടെ നിന്നും എങ്ങനെയെങ്കിലും എടുത്തു മാറ്റണം. ഇത് കേൾക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അയ്യപ്പൻ അത് ശരിയാവില്ലെന്നൊക്കെ പറയുമ്പോൾ മാറ്റണം, അത് ഉണ്ണി തന്നെ എടുത്തു മാറ്റണം എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. എങ്കിൽ മാത്രമേ എൻ്റെ കരുണമോളെ ഞങ്ങൾ തിരികെ അവിടേക്ക് അയക്കുള്ളൂ. ഉണ്ണി ഇതെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ മണ്ണുണ്ണിയായിട്ട് ഇരിക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ആകെ വല്ലാതെയാവുകയാണ്. അവനാണെങ്കിൽ അത് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. എന്തായാലും അത് ചെയ്തിട്ട് തന്നെ കാര്യമെന്ന് ഉണ്ണി രണ്ടും കൽപ്പിച്ചുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. ശത്രുക്കളുടെ അവസാന പ്രതീക്ഷയാണ് ആ അയ്യപ്പ വിഗ്രഹം. തിരിച്ച് കമലേശ്വരത്തിലെത്തുന്ന ഉണ്ണിയാവട്ടെ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം പൂജാ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് ആ വിഗ്രഹം എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഉണ്ണിക്കാണെങ്കിൽ നല്ല പേടി. അവനാണെങ്കിൽ ആകെ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. അവിടേക്ക് ദുർഗ വരുന്നുണ്ട്, കാര്യങ്ങൾ ചോദിക്കുകയാണ്. ദുർഗയോട് ഉണ്ണിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കരുണ ഇനി ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇവിടെ നിന്നും ഈ അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റണം. ആ മഹാലക്ഷ്മിയുടെ ഏറ്റവും വലിയ ശക്തിയാണ് ഈ വിഗ്രഹം. അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് അവരെ തൊടാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ദുർഗ പറയുന്നുണ്ട്, എടാ ഇങ്ങനെ ദൈവത്തെ ഒന്നും തൊട്ട് കളിക്കണ്ട, അതും മണ്ഡലകാലമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേറെ വഴിയില്ലമ്മേ. എല്ലാം കൊണ്ടും ഞാൻ തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ്. എനിക്ക് ജയിക്കണം. കരുണയുടെയും കരുണയുടെ വീട്ടുകാരുടെയും കുത്തുവാക്കൾ കേട്ട് എനിക്കിനി ജീവിക്കാൻ വയ്യ. എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് എടുത്തിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ പേടിയാവുകയാണ്. അങ്ങനെ ദുർഗ പറയുന്നുണ്ട്, ഒരു ദിവസം നമ്മൾ എടുത്ത് മാറ്റിയതല്ലേ, പക്ഷെ അത് വീണ്ടും ഇവിടെ തന്നെ വന്നിരുന്നു, അതുകൊണ്ട് വേണ്ട മോനെ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ്. എന്തായാലും ഉണ്ണിക്ക് അതിന് കഴിയുന്നില്ല. അങ്ങനെ മാർക്കോയാണെങ്കിൽ കണ്ണനോട് വന്നിട്ട് സാഗറിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഈ സമയം കണ്ണൻ മഹിയോട് പറയുകയാണ്, ഇനി എന്തായാലും അവനെ സംശയിക്കേണ്ടതില്ല, അവരൊപ്പം തന്നെ നമുക്ക് നിൽക്കണമെന്നൊക്കെ. മാർക്കോയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു. അതായത്
സാഗറിനെയും മലയ്ക്ക് ഒപ്പം കൊണ്ടുപോകാമെന്ന്. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടെന്ന് പറയുകയാണ്. എന്തായാലും മഹി പറയുന്നുണ്ട്, അവൻ എന്തായാലും പണ്ടത്തെ ആ ഒരു സ്വഭാവം ഒന്നും തന്നെ ഇല്ല, എല്ലാം കൊണ്ട് മാറിയിരിക്കുന്നു. ഇത് തന്നെയാണ് അതിന് വലിയ തെളിവ്. എന്തായാലും അവനെയും മലയ്ക്ക് കൂടെ കൂട്ടണമെന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ കണ്ണനാണെങ്കിൽ ആ കാര്യം തീരുമാനത്തിലെത്തുന്നു. അതായത് ഇനി കണ്ണനോടൊപ്പം തൃക്കാർത്തിക ദിവസം മല കയറാനായിട്ട് സാഗറും ഉണ്ടാകും. അപ്പൊ എന്തായാലും സാഗറുടെയും മഞ്ജുവിന്റെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് തന്നെയാണ് മാർക്കോ കാരണം സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല ശത്രുക്കൾക്ക് തിരിച്ചടിയായിട്ട് മിത്രങ്ങളെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.